ഹലോ, മൈ ലൈഫ് ബാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് വീഡിയോസ് ചെയ്യൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ടോപ്പിക്കുമായിട്ട് വരാനായിട്ടൊരു പ്രത്യേക കാരണം ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോളൂ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തിട്ട് ഒരു 2 months ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള സ്ട്രഗിൾസും കാര്യങ്ങളും അങ്ങനെയുള്ള ഇനീഷ്യൽ ഫേസിൽ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് പൂർണ്ണമായിട്ടും നമ്മൾ കുടിയേറുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്ട്രഗിൾ ഫേസിൽ കൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നമ്മളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം, ഒരു എമർജൻസി സിറ്റുവേഷൻ എന്ന് തന്നെ പറയാം, അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടായി. അപ്പോൾ നമ്മൾ എന്താ പറയുക, 1 minute സ്റ്റക്കായിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആരെയാ കോണ്ടാക്ട് ചെയ്യുക, എന്താണ് അതിനൊരു സൊല്യൂഷൻ, അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളത് എങ്ങനെയാണ് ഫേസ് ചെയ്തത്, അല്ലെങ്കിൽ അതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. കാരണം ഇപ്പം നമ്മൾ ഒരുപാട് പേര് UK, അയർലൻഡ്, ന്യൂസിലാൻഡ് ഇങ്ങനെയുള്ള രാജ്യത്തു നിന്നൊക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം അത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മളിവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. ഒരു 2 bedroom ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റാണ്. അതും അതിൻ്റെ ഏകദേശം ഒരു ടോപ്പ് ഫ്ലോറിലാണ്, 15th ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, നമുക്ക് 1 month ഇവിടെ ഹോസ്പിറ്റൽ അക്കോമഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 1 monthന്റെ ഉള്ളിൽ നമുക്കൊരു വീട് കണ്ടുപിടിച്ച് മാറുക എന്നുള്ളത് അത്യാവശ്യം ഒരു ടാസ്ക് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന്, അതായത് ഹോസ്പിറ്റലിൻ്റെ അക്കോമഡേഷനിൽ നിന്ന് നമുക്ക് മാറേണ്ട ഡേറ്റിലേക്ക് എത്രയും പെട്ടെന്ന് മാറുക. അപ്പോൾ അതിനായിട്ട് പെട്ടെന്ന് കിട്ടാവുന്ന രീതിയിലുണ്ടായിരുന്നത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കൈൻഡ് ഓഫ് സംഭവങ്ങളായിരുന്നതുകൊണ്ട് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് മാറി. കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റിലായി, വേറെ അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. സോ ഫാർ സോ ഗുഡ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ സൺഡേയിലാണ് ഇങ്ങനൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. അപ്പം എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിട്ട് നമ്മൾ 1 minute പാനിക്കായി പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. പ്രത്യേകിച്ച് അതൊരു സൺഡേയിലായിരുന്നു. അപ്പം നിങ്ങൾക്ക് അറിയാം, ഇതുപോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ സാറ്റർഡേ, സൺഡേ അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ ആരും വർക്ക് ചെയ്യില്ല, ഓഫീസുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും, ഔട്ട് ഓഫ് അവേഴ്സ് എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ആക്സസ് കാർഡുകളുണ്ട്. അതായത് ഒരു കാർഡുണ്ട്, ആ കാർഡ് നമ്മൾ സ്വൈപ്പ് ചെയ്താലാണ് നമുക്ക് അകത്തോട്ടും പുറത്തേക്കും ഒക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ സൺഡേ നമ്മൾ എല്ലാവരും ഓഫായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ എല്ലാവരും റെഡിയായി കഴിഞ്ഞപ്പോൾ എല്ലാവരും പുറത്ത് ഇറങ്ങി. ഡോറ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി. അപ്പോൾ ഓട്ടോമാറ്റിക് ഡോറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വൺസ് ഡോർ ഓപ്പൺ ചെയ്ത് അത് അടച്ചിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞു, പിന്നെ നമുക്ക് തുറക്കണമെങ്കിൽ കീ വേണം. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കീ ഉണ്ടായിരുന്നില്ല, കീ വീടിൻ്റെ ഉള്ളിലായി പോയി. ഞങ്ങൾ 4 പേരും പുറത്തായിരുന്നു. അപ്പോൾ ഈ ഒരു സത്യം മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൽ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് കാർഡ് സ്വൈപ്പ് ചെയ്യണം. അപ്പോൾ ഈ ബിൽഡിങ്ങിലേക്കുള്ള സ്വൈപ്പ് കാർഡും നമ്മുടെ വീടിൻ്റെ കീയും എല്ലാം ഒരുമിച്ച് ഒരു കീ ചെയിനിലാണ് കിടക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് ഒരു ആക്സസും ഇല്ലാണ്ടായി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി. ലിഫ്റ്റിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ വരെ പോകാനായിട്ട് ഇതിൻ്റെ ആവശ്യമില്ല, പക്ഷേ ബേസ്മെൻറ്റിലോട്ട് നമുക്ക് വണ്ടി ആക്സസ് ചെയ്യണമെങ്കിൽ, കാർ എടുത്ത് പുറത്ത് പോകണമെങ്കിൽ എല്ലാം ഈ കാർഡ് വേണം. അപ്പോൾ ഞങ്ങൾ 1 minute പാനിക്കായി. എന്താ ചെയ്യേണ്ടതെന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ, കാരണം സൺഡേ ആണ്, നമുക്ക് ആരെ വിളിക്കേണ്ടത് ഇതൊന്നും അറിയില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ മനോധൈര്യം വീണ്ടെടുത്തു. കാരണം കുട്ടികളും നമ്മളും എല്ലാവരും പുറത്തായി. ഞങ്ങൾ താഴത്തേക്ക് പോയില്ല, നമ്മുടെ ഫ്ലോറിൽ തന്നെ നമ്മൾ അവിടെ ഇരുന്നു. ഭാഗ്യത്തിന്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഗോഡ്സ് ഗ്രേസ്, ഞങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തു, ഇതെന്ത് ചെയ്യും. നമ്മളുടെ പ്രോപ്പർട്ടി ഡീലറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ നോക്കി, കാരണം ഇൻ കേസ് അവരുടെ കയ്യിൽ എക്സ്ട്രാ കീ വല്ലതും ഉണ്ടാവുമോ. പക്ഷേ അതൊന്നും ഇവിടെ വർക്കാവില്ല.
പ്രത്യേകിച്ച് സൺഡേ ആണ് അവർ ആൻസർ പോലും ചെയ്യില്ല കോള്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഡയൽ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി. കാരണം പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് കൂടുതലൊന്നും ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആയിരിക്കത്തില്ല. അപ്പോൾ അതും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പാനിക്കായി പോയി. കാരണം ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കാരണം നമുക്ക് വേറെ ഒരു ആക്സസും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, അങ്ങനെയൊക്കെ. പെട്ടെന്ന് തന്നെ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തു. അതുപോലെ തന്നെ നമ്മളിവിടെയുള്ള നമുക്ക് അറിയാവുന്ന കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ഒരു ആളിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണെങ്കിലും മറ്റേ ചേട്ടനെ വിളിച്ചപ്പോഴാണെങ്കിലും ഒരേ ആൻസറാണ് കിട്ടിയത്, ലോക്ക് സ്മിത്ത്. അപ്പോൾ ഇതിവിടെ വന്നവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ചിലർക്ക് അറിയില്ലായിരിക്കും. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. UK നമ്മൾ അപ്പാർട്ട്മെന്റ് തന്നെയായിരുന്നു, പക്ഷേ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ആയിരുന്നു. നമുക്ക് വേറെയും ആക്സസ് ചെയ്യാനുള്ള എന്താ പറയുക സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഇത്രയും ടോപ്പ് ഫ്ലോറിലാണ്. അതുകൊണ്ട് നമുക്ക് വേറെ ഒരു ഇതും ഇല്ല. ഒരു നിമിഷം ഞാൻ ഇനി ഫയർ ആൻഡ് സേഫ്റ്റിനെ വിളിക്കണോ എന്ന് വരെ ചിന്തിച്ചു പോയി. കാരണം നമുക്ക് ഇങ്ങോട്ട് കയറണമെങ്കിൽ നമുക്ക് വേറെ ഒരു മാർഗമില്ല. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു സിറ്റുവേഷന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുമെന്ന് അറിയില്ല, നമ്മളുടെ ആ ഒരു സമയത്തെ മാനസികാവസ്ഥ മനസ്സിലാവുമെന്നും അറിയില്ല. പക്ഷേ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ ലോക്ക് സ്മിത്തിന്റെ നമ്പർ ഗൂഗിളിൽ നിന്ന്, നമ്മുടെ നിയറസ്റ്റ് ലോക്ക് സ്മിത്ത് അങ്ങനെ അടിച്ചിട്ട് നമ്മൾ ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്തിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു സൺഡേ ആണ്, ഒരാൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ആള് ഇതുപോലെ തന്നെ ഒരു കേസ് വേറെ കുറച്ചൊരു ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മിനിമം 1 hour എടുക്കും വരാനായിട്ട്, നിങ്ങൾ ഓക്കെ ആണോ പുറത്ത് നിൽക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല. അതും നല്ല ചൂടായിരുന്നു, ഭാഗ്യത്തിന് നമുക്ക് വെള്ളം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 1 hour അവിടെ ഇരിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന സീനുകളൊക്കെ ഞാൻ ഇത് വീഡിയോയുടെ ലാസ്റ്റ് ഇടാം കേട്ടോ. ജസ്റ്റ് ഫണ്ണിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ. കാരണം ഇതുപോലെ ലോക്ക് സ്മിത്തിനെ കോണ്ടാക്ട് ചെയ്ത് കിട്ടിയ അവർ വന്ന് സോർട്ട് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കൊടുക്കാം. പക്ഷേ ഫസ്റ്റ് നമുക്ക് നമ്മുടെ കയ്യിൽ കീ ഇല്ല എന്ന് മനസ്സിലായ ആ ഒരു നിമിഷത്തെ ആ ഒരു ഷോക്ക് ഉണ്ടല്ലോ, അത് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള അപ്പാർട്ട്മെന്റുകളിൽ, കാരണം ഇപ്പം ഒരുപാട് പേര് റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, സിറ്റി സൈഡിലേക്കൊക്കെ റീലൊക്കേറ്റ് ചെയ്യുന്നവർക്ക് അപ്പാർട്ട്മെന്റ് അല്ലാതെ ഈവൻ ചിലപ്പം വീടുകൾക്കും ഇതുപോലെ ഓട്ടോമാറ്റിക് കീ ഉള്ളവരുണ്ടായിരിക്കും. നമുക്ക് വേറെ ആക്സസ് ഇല്ല എന്നുള്ള അവസരത്തിൽ ഇവിടെ നമുക്ക് ഇത് മാത്രമാണ് ഒരു സൊല്യൂഷൻ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഒരു 1 hour പറഞ്ഞെങ്കിലും അവരൊരു ഹാഫ് ആൻ അവറിൽ വന്നു. ഒരാളെ വന്നുള്ളൂ. ആള് വന്ന് നമ്മുടെ ബിൽഡിങ്ങിൽ കയറി 2 minute പോലും എടുത്തില്ല ആൾക്ക് നമ്മളുടെ ഡോറ് തുറന്നു തരാൻ പറ്റി. പക്ഷേ അവർ തുറന്നു തരുന്നതിന് മുമ്പ് നമ്മുടെ ID വെരിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും അതിക്രമിച്ച് കയറുവാണോ എന്നൊന്നും അറിയില്ലല്ലോ. കാരണം ഇവരത്രയും ഓഥറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് അവർ നമ്മളുടെ ID പ്രൂഫ് ചോദിക്കും. നമ്മളുടെ എന്തെങ്കിലും ഒരു ID, ഇപ്പം ഞങ്ങൾ ലൈസൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ലൈസൻസ് കാണിച്ചു, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഫോട്ടോ ID ജസ്റ്റ് ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് കാണിച്ചാൽ മതി. അവർ അത് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് പൊക്കോളും. അപ്പോൾ നമുക്ക് അതിന് $200 ആണ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നു അത് ഓക്കെ ആണ്. കാരണം നമുക്ക് അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കയറാതെ ഇരിക്കാനും പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ കുറച്ച് ലെങ്തി ആയി എന്നുള്ളത് എനിക്കറിയാം, സോറി. പക്ഷെ ആർക്കെങ്കിലും ഒക്കെ ഇതുപോലൊരു അവസ്ഥ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വേറെ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ബൈ.